സോ നമുക്ക് അടുത്ത ചെയ്യേണ്ടത് എന്താ, എക്സാമ്പിൾ 5 കാര്യമാണ്. സോ നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ കേസല്ല, ഇവിടെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസിൻ്റെ കേസുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ചെയ്യാനുള്ള ആരാ, -∞ to ∞ 1/x², 1/1+x² dx ചെയ്യണം. ഓക്കെ, സോ നമുക്ക് 1/1+x² എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കുറിച്ച് എന്താ അറിയാമെന്ന് ആദ്യം നോക്കുക. നമുക്കറിയാവുന്ന കാര്യം എന്തൊക്കെയാണ്, 1/1+x² എന്നാണ് ഫംഗ്ഷൻ ഇരിക്കുന്നത് അല്ലേ. ഒന്നാമത്തെ കേസ് ഇത് എന്താണ്, കണ്ടിന്യൂസ് ആണ് അല്ലേ. എന്തുകൊണ്ടാണ്, 1+x² ഒരിക്കലും എന്താവില്ല, 1+x² ഒരിക്കലും എന്താവില്ല, 0 ആവില്ല ഫോർ എനി എക്സ് എലമെൻറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. കാരണം കോംപ്ലക്സ് നമ്പർ ആയിട്ടുള്ള x = i ആവുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, 0 ആവാൻ പോണത്. സോ ഈ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ഇതിനകത്ത് ഇൻ്റഗ്രേഷൻ എടുക്കുമ്പോൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി 1/1+x² വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ദിസ് ഈസ് ഈക്വൽ ടു f(x) നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ f(-x) എടുത്താലും എന്തെന്നെ കിട്ടും, 1/1+-x എന്ത് തന്നെയാണ്, x² കിട്ടും. ദാറ്റ് മീൻസ് ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷനാണ്, മാത്രമല്ല അത് സിമ്മെട്രിക് ആണ് അല്ലേ. എബൌട്ട് y ആക്സിസ് പ്രകാരം ഇത് സിമ്മെട്രിക് ആണ്. ഓക്കെ, അപ്പോൾ സിമ്മെട്രിക് ആണ്, സിമ്മെട്രിക് എബൌട്ട് y ആക്സിസ്. ഇനി അടുത്ത കേസ് എന്താ, 1/1+x² ലിമിറ്റ് x tends to infinity or limit x tends to -∞ 1/x² എന്താ വാല്യൂ വരിക, ഡിനോമിനേറ്ററിലെ വാല്യൂ കൂടും എന്ന് വെച്ചാൽ ഇതും 0 ആണ്, ഇതും 0 ആണ്. ഇതിൽ നിന്ന് എന്താ കിട്ടുന്ന കാര്യം, നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ചൊരു കാര്യം ഓർമ്മിക്കുക, അസിംപ്ടോട്ട് എന്തായിരുന്നുള്ളത് ശ്രദ്ധിക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക, ദാറ്റ് ഈസ് y = 0 എന്നുള്ള ലൈൻ എന്ന് വെച്ചാൽ ആരാ, നമ്മുടെ എക്സ് ആക്സിസ് ഇതിൻ്റെ ഒരു ഹൊറിസോണ്ടൽ അസിംപ്ടോട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളുടെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് കർവിൻ്റെ ഏകദേശം ഒരു ഗ്രാഫിൻ്റെ ഒരു ഐഡിയ കിട്ടും അല്ലേ. ഈ ഗ്രാഫ് എങ്ങനെ ഇരിക്കും, ഈ രൂപത്തിലിരിക്കും അല്ലേ. വരയ്ക്കുമ്പോൾ രണ്ട് സൈഡും സിമ്മെട്രി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അസിംപ്ടോട്ടിക്കലിയാണ് പോണത്. ആസ് x tends to ∞ പോകുമ്പോഴും x tends to -∞ പോകുമ്പോഴും എന്ത് കിട്ടുന്നുണ്ടാവും, നമ്മുടെ y 1/1+1/1+x² എന്ന് പറഞ്ഞാൽ എവിടേക്ക് പോവും, 0 പോവും. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്തുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെ എഴുതാം, -∞ to ∞ ദിസ് 1/1+x² dx = -∞ to 0 1/1+x² dx plus 0 to ∞ 1/1+x² dx അല്ലേ. ഇനി c, അതായത് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള പ്രകാരം c = 0 എടുത്തിട്ടുണ്ട്. ഇനി a tends to ∞ b tends to ∞ കൊടുത്തതിനെ a to 0 1/1+x² dx, 0 to b 1/1+x² dx എന്ന രീതിയിൽ മാറ്റി എഴുതി. ഇനി എന്താ അറിയാം, 1/1+x² dx ഇൻ്റഗ്രൽ എന്താണെന്നറിയാം, tan 1x ആണെന്നറിയാം അല്ലേ. സോ tan 1x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതിനനുസരിച്ച് എല്ലാം വേരിയേഷൻ കൊടുത്തു. tan 1 -∞ എന്ത് വരുന്നുണ്ടാവും, -π/2 ആണ്. അതുപോലെ tan 1 +∞ π/2 ആണെന്നുള്ളത് റീപ്ലേസ് ചെയ്തു. സോ നമുക്ക് എന്താ ആൻസർ കിട്ടി, പൈയിലോട്ട് എത്തി. സോ ഇതൊരു ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൽ ഇത് കൺവേർജൻ്റ് ആയിട്ടുള്ള കേസാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് വിത്ത് ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റീസ്. ഉള്ളത് ഇതുവരെയുള്ള കേസിൽ എന്താ ചെയ്തത്, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഡിസ്കണ്ടിന്യൂസ് ആയി വന്നാൽ അതെങ്ങനെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിതിനകത്ത് കാണാൻ ഉദ്ദേശിക്കുന്നത്. സോ ഡെഫിനിഷൻ പറയുന്നു, ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഹൂസ് ഇൻ്റഗ്രൻറ്റ് ഹാവ് ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റീസ്. If f is continuous on closed interval a, open b, and f has an infinite discontinuity at b, then integral a to b f of x dx equal to limit c tends to b minus integral a to c f of x dx. അതായത് ഫംഗ്ഷൻ ബി എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഡിസ്കണ്ടിന്യൂറ്റി വരാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും, ഇത് ബി എന്ന് പറഞ്ഞതിൻ്റെ
റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാത്രമേ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഈ രൂപത്തിലോട്ട് ഇതിനെ മാറ്റാം. ഓക്കെ, ഇനി ഇങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് വെച്ചാലോ, എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ കോമ ക്ലോസ്ഡ് ബി ആൻഡ് ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് എ ആണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ലിമിറ്റ് സി ടെൻസ് ടു എ പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതുപോലെ തന്നെ സി ഇടയിലൊരു വാല്യൂ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മാറ്റുക. കൺവേർജൻസും ഡൈവേർജൻസും ഡെഫിനിഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാല്യൂ അവസാനം എക്സിസ്റ്റ് ചെയ്യുന്ന ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ കൺവേർജൻ്റ് ആണ്, അല്ലെങ്കിൽ അത് ഡൈവേർജൻ്റ് ആണ്. സോ 3 ടൈപ്പായിട്ടുള്ള എ ബി സി എന്നുള്ള പിക്ചറിൽ 3 ടൈപ്പായിട്ടുള്ള ഫംഗ്ഷൻസിൻ്റെയും ഗ്രാഫുകൾക്ക് എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആരാ, ഇൻ്റഗ്രൽ 2 to 4 1/√4 - x dx. ക്ലിയർ ആയിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും √4 - x ആണ് അല്ലേ. √4 - x എവിടെയാണ് പ്രശ്നം ഉണ്ടാകാൻ പോണേ, √4 - x പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് 1 ആയതുകൊണ്ട് ഈ ഡിനോമിനേറ്റർ എപ്പോഴാണോ 0 ആകുമ്പോൾ എപ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക, അതായത് x = 4 ആകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് അല്ലേ. ദാറ്റ് മീൻസ് എക്സിന് 4 അപ്രോച്ച് ചെയ്യുന്ന രീതി എങ്ങനെ നമ്മൾ മാറ്റുക, നേരത്തെ പറഞ്ഞ പോലെ കേസ് 1 ആയിട്ട് എടുത്ത് ഡീൽ ചെയ്യുക. അപ്പോൾ എങ്ങനെ എഴുതാം അതിനെ, ലിമിറ്റ് ഇൻ്റഗ്രൽ 2 to 4 1/√4 - x dx-നെ ലിമിറ്റ് c ടെൻസ് ടു 4 മൈനസ് ഇൻ്റഗ്രൽ 2 to c 1/√4 - dx മാറ്റി എഴുതാം. അതിനെ 1/√4 - x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ കൊടുക്കുക. ഓക്കെ, ലിമിറ്റ് സി ടെൻസ് ടു 4 മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ ഫൈനൽ ആൻസറിലോട്ട് വരും. ഇനി ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 1 dx/x². സോ ഇവിടെ എന്താ പ്രശ്നമുള്ളത്, 1/x² ആണ് ഫംഗ്ഷൻ അല്ലേ. 1/x² ഫംഗ്ഷൻ എവിടെ പ്രശ്നം ഉണ്ടാവും നമുക്ക് കറക്റ്റായിട്ട് അറിയാം. x = 0 ആകുമ്പോഴാണ് എന്തുണ്ടാകാൻ പോകുന്നത്, പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് അല്ലേ. ദാറ്റ് മീൻസ് അപ്പോൾ എന്ത് ചെയ്യുക, അതിനെ ഇൻ്റഗ്രൽ 0 to 1 1/x² എങ്ങനെ മാറ്റി എഴുതുക, ലിമിറ്റ് a ടെൻസ് ടു 0 പ്ലസ് a to 1 dx/x². 1/x² ഇൻ്റഗ്രൽ എന്താ, 1 - 1/x ആണ്. സോ ചെയ്യുമ്പോൾ എന്താവും, ലിമിറ്റ് a ടെൻസ് ടു 0 പ്ലസ് -1 പ്ലസ് 1/a എന്ന് വരും. ലിമിറ്റ് 0 ടെൻസ് ടു പ്ലസ് ആയതുകൊണ്ട് എന്ത് പോകും, 1/a എന്ന് പറഞ്ഞ വാല്യൂ ഇവിടേക്ക് പോകും, ഇൻഫിനിറ്റിക്ക് പോകുന്നുണ്ടാവും, അതുകൊണ്ട് പ്ലസ് ഇൻഫിനിറ്റിയാണ് വരിക. ദാറ്റ് മീൻസ് ഇതെന്താണ്, ഇത് ഡൈവേർജൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ കേസിൽ ഇവിടുത്തെ പറഞ്ഞ കേസിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, ഇൻ്റഗ്രൽ 1 to ∞ 1/x² ആണ് എന്ത് ചെയ്യണത്, dx ആണ് എന്ത്, കൺവേർജൻറ്റ്. ഈ 1ൻ്റെ പൊസിഷനിൽ 0 വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 1/x² dx എന്തായി മാറിയിട്ടുണ്ട്, ഡൈവേർജൻ്റായി മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 1 ln x dx. ഓക്കെ, ln x അവിടെ പ്രശ്നം ഉണ്ടാവുക, at x = 0 പ്രശ്നമുള്ളത്. സോ അതിന് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ചേഞ്ച് ചെയ്യുക, ലിമിറ്റ് എന്താക്കി മാറ്റി, ലിമിറ്റ് a to 0 പ്ലസ് a to 1 ln x dx ആക്കി മാറ്റി, ഇൻ്റഗ്രേറ്റ് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് x ln x മൈനസ് x y to 1 കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു വാല്യൂസ്. അതിനെന്ത് ചെയ്യുക, ഇൻഫിനിറ്റി നമ്മൾ സാധാ a ln a നേരത്തെ സാധാരണ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അവിടെ എൽ ഹോസ്പിറ്റൽ റൂൾ ഉപയോഗിക്കുന്നു. ലിമിറ്റ് a ടെൻസ് ടു 0 പ്ലസ് ln a എങ്ങനെ എഴുതാം, ln a/1/a എന്ന് എഴുതാം. എൽ ഹോസ്പിറ്റൽ റൂൾ ഉപയോഗിക്കുക എങ്ങനെയാണ്, ഡിനോമിനേറ്ററിന് ന്യൂമറേറ്ററിന് എന്ത് ചെയ്യുക, a വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, കാരണം ഇവിടെ ഫംഗ്ഷൻ എയിലുള്ള ഫംഗ്ഷനാണ്. ഓക്കെ, സോ 1/a മൈനസ് 1/a² വന്നു, a മുകളിലോട്ട് പോയി 0 ആയി മാറി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to 1 ln x dx എന്തായി മാറും, -1 കിട്ടും. ദാറ്റ് മീൻസ് ഇവിടെ കൺവേർജൻ്റ് ആണിത്. ഓക്കെ, അടുത്ത് എന്താ ചെയ്യുക, ഇൻ്റഗ്രൽ -1 to 1 dx/x² ആണ് അല്ലേ. ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക, ഇൻ്റഗ്രൽ -1 to 0 പ്രശ്നമുള്ളത് എന്നുള്ളതുകൊണ്ട് ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക, ഇൻ്റഗ്രൽ -1 to 1 dx/x² ഈക്വൽ ടു -1 to 0 dx/x² പ്ലസ് ഇൻ്റഗ്രൽ 0 to 1 dx/x². ആൾറെഡി എന്തറിയാം, ഈ ടേം ഡൈവേർജൻ്റ് ആണെന്ന് അറിയാം. സോ ടോട്ടൽ ടേം എന്തായേ പറ്റുള്ളൂ, ഡൈവേർജൻ്റ് ആയേ പറ്റുള്ളൂ. അടുത്താരാ, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to ∞ e raised to -√x/√x. ഇതും കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ പ്രശ്നം ഉണ്ടാവുക, അത് 0 ഒരു പ്രശ്നമുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയുന്നതിനനുസരിച്ച് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യണു.
ഓക്കെ, ഇവിടെ രണ്ട് കേസുകളുണ്ട്. സീറോയിലൊരു പ്രശ്നമുണ്ട്, ഇൻഫിനിറ്റിയിലൊരു പ്രശ്നമുണ്ട്. സോ രണ്ടായി ഇൻറ്റഗ്രലായി സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇൻറ്റഗ്രൽ 0 to 1 എന്ന് പറഞ്ഞിട്ടും 1 എന്നുള്ള കേസായിട്ടും ഇൻറ്റഗ്രൽ 1 to ഇൻഫിനിറ്റി എന്നുള്ള രണ്ട് കേസായി മാറ്റുന്നു. രണ്ട് കേസിൽ ലിമിറ്റ് കൊടുക്കുന്ന രീതി ചെയ്യുന്നു. രണ്ടിലും എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക? ഈ റൂട്ട് എക്സിന് എന്ത് കൊടുത്താൽ മതി? റൂട്ട് എക്സ് ഈക്വൽ ടു യു കൊടുത്തിട്ട് എന്ത് ചെയ്യുക? രണ്ട് സൈഡിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു സൈഡിൽ -2 t → 0 പ്ലസ് -2 e⁻⁻6 t to 1 വരെ, മറ്റവിടെ -2 e⁻⁻6 1 to b വരെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? -2 e⁻⁻1 പ്ലസ് 2 പ്ലസ് e⁻⁻1 ഈക്വൽ ടു 2. മീൻസ് ഇതെന്താണ്? കൺവെർജൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് എ കമ്പാരിസൺ ടെസ്റ്റ് ഫോർ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽസ്. ഓക്കെ, കമ്പയർ ചെയ്തിട്ട് ഇൻറ്റഗ്രൽ കൺവെർജൻ്റ് ആണോ അല്ലയോ എന്ന് പറയാനുള്ള ടെസ്റ്റാണ് കമ്പാരിസൺ ടെസ്റ്റ്. ഇഫ് എഫ് ആൻഡ് ജി ആർ കണ്ടിന്യൂസ്, suppose that f of x greater than or equal to g of x greater than or equal to 0 for all x greater than or equal to a, that f dominates g എന്ന് വെച്ചാൽ എഫിൻ്റെ വാല്യൂ എപ്പോഴും ജിയുടെ മേലെ നിൽക്കുന്ന ഒരു കേസാണെങ്കിൽ ഇൻറ്റഗ്രൽ a to infinity f of x dx is convergent, so is integral a to infinity g of x dx. സോ ഈ വാല്യൂവിനേക്കാളും വലുതാണ് ഈ വാല്യൂ. ഇയാൾ കൺവെർജൻ്റ് ആണെങ്കിൽ, ഇൻറ്റഗ്രൽ കൺവെർജൻ്റ് ആണെങ്കിൽ ജി ഓഫ് എക്സിൻ്റെയും കൺവെർജൻ്റ് ആണ്. സിമിലർലി ഇയാളുടെ ജി ഓഫ് എക്സിൻ്റെ ഡൈവേർജൻ്റ് ആണെങ്കിൽ എഫ് ഓഫ് എക്സിന് എന്തായിരിക്കും? ഡൈവേർജൻ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് എക്സാമ്പിൾ ചെയ്യാം. ഷോ ദാറ്റ് എന്താ? ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻x² dx ഈസ് കൺവേർജൻ്റ് എന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, ഇവിടെ e⁻x² ആണ്. എന്താ പ്രശ്നമുള്ളത്? അറ്റ് ഇൻഫിനിറ്റി വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. സോ നമ്മൾ ഇൻറ്റഗ്രലിനെ എങ്ങനെ മാറ്റണു? e⁻0 to 1 e⁻⁻x² dx ഇൻറ്റഗ്രൽ 1 to ഇൻഫിനിറ്റി e⁻⁻x² dx എന്നാക്കിയതിനെ മാറ്റി. ഇനി കമ്പയർ ചെയ്യണമെങ്കിൽ, പക്ഷെ നമുക്ക് നിർബന്ധമായിട്ട് എന്താ അറിയണം? കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫംഗ്ഷൻസ് നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ വേണം, അല്ലേ? നമുക്ക് എന്താ അറിയാം? x² വാല്യൂ എപ്പോഴും എന്തായിരിക്കും? എക്സിനേക്കാളും വലുതാണ്, അല്ലേ? അതെ. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1 സിറ്റുവേഷനിലാണ് നമ്മളിവിടെ ഡീൽ ചെയ്യണത്. കാരണം നമുക്കിവിടെ അതേ വേണ്ടു, അതുകൊണ്ടാണ് അത് 1 to ഇൻഫിനിറ്റിയിലാണ് ഡീൽ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അത് ഡീൽ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താ അറിയാം? സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായാലും ഉറപ്പായിട്ടും പോസിറ്റീവ് ആയിരിക്കും വാല്യൂ വരാൻ പോകുന്നത്, അതുകൊണ്ട് ഗ്രേറ്റർ ആയിരിക്കും. പക്ഷെ നമുക്കിവിടെ വേണ്ട കേസിൽ മാത്രം നമ്മൾ ഡീൽ ചെയ്യുന്നുള്ളൂ. ഇനി x² ഗ്രേറ്റർ ആണെങ്കിൽ എക്സ് ആണെങ്കിൽ എന്തറിയാം? കറസ്പോണ്ടിങ് ആയിട്ടുള്ള e⁻⁻ എടുത്ത് മൈനസ് മൾട്ടിപ്ലൈ എന്തുണ്ടാവും? -x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു -x കിട്ടും. എക്സ്പൊണൻഷ്യൽ എടുത്തുണ്ടാവും. എക്സ്പൊണൻഷ്യൽ ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് e⁻⁻x² എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു e⁻⁻x ആയിരിക്കും 1 to ഇൻഫിനിറ്റി വരെ. സോ നമുക്കെന്തറിഞ്ഞു? e⁻⁻x ആരെക്കാളും വലുതാണ്? e⁻⁻x²നേക്കാളും വലുതാണ്. സോ ബൈ കമ്പാരിസൺ പ്രകാരം എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇൻറ്റഗ്രൽ 1 to ഇൻഫിനിറ്റി e⁻⁻x dx കൺവെർജൻ്റ് ആണെങ്കിൽ ആരും കൺവെർജൻ്റ് ആയിരിക്കും? ഇൻറ്റഗ്രൽ 1 to ഇൻഫിനിറ്റി e⁻⁻x² dxും കൺവെർജൻ്റ് ആയിരിക്കും. സോ നമ്മൾ ഇൻറ്റഗ്രൽ 1 to ഇതിനെ ഇൻറ്റഗ്രൽ b to ഇൻഫിനിറ്റി 1 to b e⁻⁻x dx ചെയ്യുന്നു, ഇൻറ്റഗ്രൽ ചെയ്യുന്നു. സോ ഇത് കിട്ടുന്നു 1/e കിട്ടുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബൈ കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e⁻⁻x² dx കൺവെർജൻ്റ് ആണ്. ഓക്കെ, സോ ഇനിയുള്ളത് എക്സസൈസ് പ്രോബ്ലംസ് ആണ് ഇതിനകത്തുള്ളത്. കുറച്ച് പ്രോബ്ലംസ് എങ്കിലും ചെയ്യാൻ വേണ്ടി നോക്കുക. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ട് ഗ്രൂപ്പിലിടാം.